കാര്യം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നെങ്കിലും വൈകിട്ട് ഡിന്നർ ഔട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും രാവിലെ ഞങ്ങൾക്ക് വർക്ക് ആൻഡ് ഇൻകത്തിൻ്റെ ഓഫീസിലേക്കൊന്ന് പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. ബെനി ബേബിനെ ചൈൽഡ് കെയറിൽ ചേർത്തതിൻ്റെ ചൈൽഡ് കെയർ സബ്സിഡിയുടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അവിടേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഈ ഫയൽ കൊണ്ട് മുഖം മറച്ചേക്കണം നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഇവിടെ മുടിഞ്ഞ വെയിലാണ്. കാര്യം വിൻ്ററൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവിടെ വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ണിലേക്ക് അടിക്കുന്ന രീതിയിലുള്ള വെയിലാണ്. ഈ സൂര്യൻ നമ്മുടെ നേരെ കണ്ണിലേക്ക് അടിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. നാട്ടിലെ പോലെയല്ല. കാറും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമിയിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാലും കാർ പാർക്കിംഗ് ആണ്. ഇവിടെ നമുക്ക് ഈ ഹാർവേ നോർമൻ എന്ന് പറയുന്ന മൾട്ടി ബ്രാൻഡ് ഷോറൂമിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ 2 hours എന്ന് തോന്നുന്നു ഫ്രീ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഒരു ലൈബ്രറി പോയി പ്രിൻ്റ് എടുത്തിട്ട് വെളിയിലേക്ക് വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ കാറിലിരുന്ന് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴായിരിക്കും എനിക്ക് ബെഞ്ചമിനോട് ചോദിക്കാൻ കുറേ പൊട്ട ചോദ്യങ്ങൾ മനസ്സിൽ വരിക. ചിലപ്പോൾ വഴിയിൽ എന്തെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് ആ കാണുന്നതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വാക്കിൽ നിന്നൊക്കെ ഞാൻ ബെഞ്ചമിനോട് പെട്ടെന്ന് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കും. ബെഞ്ചമിൻ അതിന് കൃത്യമായ മറുപടിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ വർത്തമാനം പറയും. ബെഞ്ചമിൻ്റെ ആകെ കൂടെയുള്ളൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. നമ്മളിങ്ങനെ വളരെ കാര്യമായിട്ട് വളരെ സീരിയസ് ആയിട്ട് ചിലപ്പോൾ നമുക്കറിയാവുന്ന കാര്യം തന്നെയായിരിക്കും നമ്മൾ മറന്നു പോയിട്ട് നമ്മൾ ചോദിക്കും ഇതെന്താ അതെന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഓ ഈ ഒരു മന്ദബുദ്ധിയാണല്ലേ, നിനക്കൊന്നും അറിയില്ലല്ലേ, മനുഷ്യനെ കളിയാക്കുന്ന പോലത്തെ ചോദ്യം ചോദിക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ അതെനിക്ക് ചിലപ്പോൾ വിഷമം തോന്നും. ഞാൻ ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിവുണ്ടായിരിക്കും, പക്ഷെ പല കാര്യങ്ങളും എനിക്ക് അറിവില്ലായിരിക്കും. ചിലത് ഞാൻ മറന്നു പോയിട്ടുണ്ടാവും. എന്നാലും ഞാൻ എപ്പോൾ ചോദിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടാണ്. പക്ഷെ ബെഞ്ചമിൻ വിചാരിക്കുന്നത് അത് ഞാൻ ബെഞ്ചമിൻ അറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്, അല്ലെങ്കിൽ ബെഞ്ചമിനെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്നതെന്ന് അങ്ങനെ വിചാരിച്ചിട്ടാന്ന് തോന്നണു. അവിടുത്തെ വർക്ക് ആൻഡ് ഇൻകം ഓഫീസിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊരു ഫോം തന്നു. ഒരു 25 മിനിറ്റ് എടുത്ത് വന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനും ബെഞ്ചമിനും കൂടെ അവിടെ കുത്തിയിരുന്നിട്ട് അതിങ്ങനെ ഫില്ല് ചെയ്തു. പിന്നെ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യാന്നുള്ള നിസ്സാര പണികളൊക്കെ കുടുംബത്തെ പെണ്ണുങ്ങളുടെ പരിപാടിയാണ്. ആണുങ്ങളവിടെ ചുമ്മാ സൈലൻ്റായിട്ട് വായി നോക്കിയിരിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ തെറ്റിച്ച് പറഞ്ഞു തരും. എന്നിട്ട് നമ്മളത് വെട്ടിത്തിരുത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പ്ലാസ എന്ന് പറയുന്നൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കാണ്. അവിടെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പാവങ്ങളുടെ പറദീസിയായ കെ-മാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു. പക്ഷേ വിശപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഫുഡ് കൗണ്ടറിൽ നിന്ന് ഒരു ഫുഡ് ബൗൾ മേടിച്ച് 2 പേരും ഓരോന്ന് വീതം കഴിച്ചു. എനിക്ക് ഈ ഫുഡ് ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം ഇതിനകത്ത് ബ്രൗൺ റൈസ് ഉണ്ടാവും, വെജിറ്റബിൾസ് ഉണ്ടാവും, അത്യാവശ്യം മീറ്റ് ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് വെരി ഡെലീഷ്യസ്. എനിക്ക് ഈ മലയാളി ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ ഫുഡുകൾ കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. ബെഞ്ചമിന് ഞാനും കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നന്നായിട്ട് ആസ്വദിച്ചാട്ടോ ഈ ഫുഡ് കഴിച്ചത്. കാരണം എന്തോ പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് ഇതിനോട്. പിന്നെ ഞങ്ങൾ കെ-മാർട്ടിലെത്തി അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അതിനകത്തൂടെ നടക്കുമ്പോഴാണ് ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. എനിക്ക് ഫ്ലവേഴ്സ് എപ്പോഴും ഭയങ്കര വീക്ക്നെസ്. അപ്പോൾ അവിടെ ഈ ഓഫറിൽ ഫ്ലവേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡിസ്കൗണ്ടിൽ $5 എന്ന് പറഞ്ഞിട്ടൊരു ബഞ്ച്. അപ്പോൾ ഞാനത് വാങ്ങിച്ചു. കാരണം എനിക്ക് ഇച്ചിരി പരിപാടികൾ വീട്ടിലുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് എനിക്ക് ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അലങ്കരിച്ച് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ബെഞ്ചമിൻ നമ്മളെന്ത് മേടിച്ചാലും അതിന് പ്രത്യേകിച്ച് നോ ഒന്നും പറയാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് ഈ ക്യാൻഡിൽ കണ്ടോ, ഞാൻ എൻ്റെ ടോയ്ലറ്റിൽ സ്ഥിരമായിട്ട് ലൈറ്റപ്പ് ചെയ്യുന്ന ക്യാൻഡിലാണ്.